ഇപ്പൊ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ സർക്കാർ മാറ്റി, ഒരു സംശയം വേണ്ട. അരെ വാ, എല്ലാവരും കൈയടിച്ച്. സതീഷൻ ഈ പറഞ്ഞത് വാസ്തവമാണോ? പകുതി വാസ്തവമാണ്, പകുതി അവാസ്തവമാണ്, പച്ച നുണയാണ്. എന്താണ് വാസ്തവമാണെന്ന് പറയാൻ കാരണം? 7 വർഷം വരെ കാത്തിരിക്കണം. കടലിൽ കാണാതായവർ തിരിച്ചെത്തിയില്ല എന്നുണ്ടെങ്കിൽ, ബോഡി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ മരിച്ചതായി കണക്കാക്കാൻ 7 വർഷം വരെ കാത്തിരിക്കണം. അത് ഇന്ത്യയിൽ ആകെയുള്ള നിയമമാണ്, കേരളത്തിൽ മാത്രമല്ല. അത് ഏതെങ്കിലും സംസ്ഥാന സർക്കാർ ആ നിയമം മാറ്റാൻ കഴിയുമോ? ഇല്ല. അത് ഇന്ത്യയിൽ ആകെയുള്ള നിയമമായത് കാരണം സംസ്ഥാന സർക്കാരിന് മാറ്റാൻ കഴിയില്ല. എന്നാൽ സതീഷൻ പറയുന്നത് മാറ്റും എന്നാണ്. പച്ച നുണയാണ്, മാറ്റാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യാം? പ്രത്യേക ഉത്തരവിറക്കിയിട്ട് അത്തരം ആളുകൾ മരിച്ചതായി കണക്കാക്കി അവരുടെ ബന്ധുക്കൾക്ക് ധനസഹായ വിതരണം നടത്താം. അത് സതീഷനാണോ ആദ്യം ചെയ്യാൻ പോകുന്നത്? അല്ല, അതും നുണയാണ്. ആദ്യം ചെയ്തത് അത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഓഖി ദുരന്തത്തിൽ കാണാതായവർ മരിച്ചതായി കണക്കാക്കിയിട്ട് അവരുടെ ബന്ധുക്കൾക്ക്, ആശ്രിതർക്ക് ധനസഹായം ചെയ്തതാണ്. അത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. 2017 നവംബർ മാസത്തിലാണ് ഓഖി ദുരന്തം ഉണ്ടായത്. 2018 തന്നെ, ആ 18ൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക്, അവരുടെ ആശ്രിതർക്ക്, അതായത് കാണാതായവരുടെ ആശ്രിതർക്ക് മരിച്ചതായി കണക്കാക്കിയിട്ട് 20 ലക്ഷം രൂപ വീതം അന്നത്തെ 1ാം പിണറായി സർക്കാർ വിതരണം നടത്തിയിട്ടുണ്ട്. ഇത് സതീഷിന് അറിയായിട്ടല്ല, പക്ഷെ സതീശൻ പച്ച നുണ പറയാൻ ഭയങ്കര മിടുക്കന. മൂപ്പർക്ക് അറിയാം മുന്നിലിരിക്കുന്ന ത്രിവർണ്ണ മൊയിന്റുകൾ എന്തും അണ്ണാക്ക് തൊടാതെ വിശ്വസിക്കും, കൈയടിക്കുന്നു. ആ കൈയടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഞാൻ അന്ന് വന്ന ഒരു വാർത്ത വായിക്കാം. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മലയാളം വേർഷനിൽ ഓൺലൈനിൽ വന്ന വാർത്തയാണ്. അതിങ്ങനെയാണ്: ഓഖി കാണാതായ 91 പേർ മരിച്ചതായി കണക്കാക്കും. ധനസഹായ വിതരണം ചൊവ്വാഴ്ച. മരിച്ചവരുടെ ആശ്രിതർക്ക് 20 ലക്ഷം രൂപ വീതമാണ് നൽകുന്നത്. തിരുവനന്തപുരം: ഓഖി ദുരന്തത്തിൽ കാണാതായ 91 പേർ മരണമടഞ്ഞതായി കണക്കാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ചൊവ്വാഴ്ച വിതരണം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. മരിച്ചവരുടെ ആശ്രിതർക്ക് 20 ലക്ഷം രൂപ വീതമാണ് നൽകുന്നത്. ഓഖി ദുരന്തത്തിൽപ്പെട്ട് കാണാതായ 92 പേരാണ് തിരിച്ചെത്താനുണ്ടായിരുന്നത്. ഓഖി ദുരന്തത്തിൽപ്പെട്ട് ആകെ മരണമടഞ്ഞത് 141 പേരാണെന്ന് ഇതോടെ ഔദ്യോഗികമായി കണക്കാക്കിയിരിക്കുന്നു. ചൊവ്വാഴ്ച വെട്ടുകാട് പള്ളി പരിസരത്ത് നടക്കുന്ന ചടങ്ങിലാണ് ധനസഹായം വിതരണം ചെയ്യുക. വൈകിട്ട് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. എന്ന് വെച്ചാൽ സതീഷൻ ഈ പറഞ്ഞതുണ്ടല്ലോ, ഇതാ ഞങ്ങൾ ഈ നിയമം മാറ്റാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു പച്ച നുണയും. നിയമം മാറ്റാൻ കഴിയില്ല. പ്രത്യേക ഉത്തരവിറക്കി അന്ന് പിണറായി സർക്കാർ ചെയ്ത പോലെ ധനസഹായം കൊടുക്കാനാവും. അതാണ് സതീഷൻ പറയുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് സതീഷൻ ഇത് അവതരിപ്പിക്കുന്നത്. അട്ടിമൂണ്ടി കപടനാണ് സതീഷൻ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ്. വസ്തുത മറച്ചു വെച്ച് അവാസ്തവമായ കാര്യങ്ങൾ സത്യമാണെന്ന രീതിയിൽ അവതരിപ്പിക്കുക. സതീഷൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും പ്രത്യേകിച്ച് ഇലക്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ പറഞ്ഞ നുണകൾക്ക് കയ്യും കണക്കുമില്ല. ഒരു നുണ പൊളിക്കുമ്പോൾ അടുത്ത നുണയുമായിട്ട് സതീഷൻ വരാൻ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ ഇനി ആ പണിക്ക് നിൽക്കണ്ട എന്നല്ല കരുതുക. പക്ഷെ സതീഷിൻ്റെ ആത്മവിശ്വാസം എന്താണ്? തൻ്റെ നുണയാണ് നാട് ചുറ്റുന്നത്. അത് പൊളിച്ചെടുക്കുന്ന സഖാക്കളുടെ വീഡിയോ, അത് പ്രചരിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പൂട്ടും. നമ്മൾ കണ്ടു സതീഷിൻ്റെ നുണകൾ, നുണേഷിൻ്റെ നുണകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സഖാക്കൾ ഒരുപാട് പേജ് തുടങ്ങി, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ. പക്ഷേ അതൊക്കെ സതീഷിന് പണം കൊടുത്തിട്ടോ മറ്റോ കൂട്ടിച്ചു. അപ്പം എന്തായി? സതീഷിൻ്റെ നുണകൾ നാട് ചുറ്റി. നമ്മുടെ കുറച്ച് ആളുകളുടെ, സഖാക്കളായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഇടയിൽ മാത്രം സതീഷിൻ്റെ നുണകൾ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ പ്രചരിപ്പിച്ചു. ഇത്രയേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ഈ നുണകളൊക്കെ കേട്ടിട്ടാണ് ഈ ആളുകൾ ആ ടീമിന് വോട്ട് ചെയ്തത്. അവർ അധികാരത്തിൽ വന്നപ്പോൾ സതീഷിന് മനസ്സിലായി ആ നുണകളുടെ ബലത്തിലല്ലേ ഞാൻ കയറിയത്, അതുകൊണ്ട് ആ നുണകൾ ആവർത്തിച്ച് അധികാരത്തിൽ വന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരിക്കുമ്പോഴും അയാൾ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിലേറ്റവും അവസാനത്തെ നുണയാണ് ഇപ്പോൾ കടലിൽ കാണാതായ ആളുകളെ 7 വർഷം വരെ കാത്തിരുന്നാൽ ഇങ്ങനെ ധനസഹായം അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റും, അത് നമ്മൾ മാറ്റുന്നു ആദ്യമായി എന്ന് പറഞ്ഞത് തെറ്റാണ്. 2 രീതിയിൽ. ഒന്ന്, ആ നിയമം മാറ്റാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അതേ സമയത്ത് സ്പെഷ്യൽ ഉത്തരവുകൾ ഇറക്കിയിട്ട് അതിനെ മറികടന്ന് ധനസഹായം കൊടുക്കാം. അത് ആദ്യം ചെയ്യാൻ പോകുന്നത് സതീഷൻ ചെയ്യോ ഇല്ല എന്നുള്ള അറിയില്ല, ചെയ്യാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത് നുണയാണ്. അത് 2018 തന്നെ, 2017 നവംബറിൽ നടന്ന ഓഖി ദുരന്തത്തിൽ കാണാതായവരുടെ ആശ്രിതർക്ക് 20 ലക്ഷം വീതം കൊടുത്തിട്ട് അന്നത്തെ 1ാം പിണറായി സർക്കാർ നിർവഹിച്ച കാര്യമാണ്. ആ 20 ലക്ഷം മാത്രമല്ല കേട്ടോ, അന്ന് അവരുടെ മക്കളുടെ പഠനം പൂർണ്ണമായി സർക്കാർ ഏറ്റെടുത്തു. വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീടുണ്ടാക്കി കൊടുത്തു. വീടല്ല, വലിയ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുത്തു.
ഉപജീവന മാർഗമായ വല, ബോട്ട് പോലുള്ള നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്ക് അത് കൊടുത്തു. അതായത് ഈ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾ, മരിച്ചവരും കാണാതായവരും മുഴുവൻ ആളുകളുടെയും മക്കളുടെ പഠനം, ഉപരിപഠനം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരാണ് പിന്നീട് നിറവേറ്റിയത്. ഈ വസ്തുതയൊക്കെ മറച്ചുകൊണ്ട് സതീശൻ ആവർത്തിച്ച് നുണ പറയുന്ന എന്തിനാണ്? തൻ്റെ നുണ നാട് ചുറ്റും, സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴേക്ക് നുണ നാട് ചുറ്റി തിരിച്ചെത്തുന്നുള്ള ആത്മവിശ്വാസമാണ്. അതിൻ്റെ ഭാഗമായി സതീശൻ ഇത് പറയുമ്പോൾ കയ്യടിക്കുന്നവരുടെ ആ കയ്യടി കേട്ട് സതീശൻ കോൾമയർ കൊള്ളുന്നത് വെറുതെയല്ല. പണ്ട് കെ സുധാകരൻ സതീഷിനൊരു പ്രയോഗം നടത്തി. വാർത്താ സമ്മേളനത്തിൽ എത്താൻ വൈകിയപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് പത്രക്കാരുടെ, അതായത് മാധ്യമങ്ങളുടെ മൈക്ക് ഓൺ ആണെന്നുള്ള കാര്യം അറിയാതെ ഒരു പ്രയോഗം നടത്തി. നമുക്കിങ്ങനെ പച്ചക്ക് പറയാൻ പറ്റില്ല, മൈ ചേർത്തുള്ള ഒരു പ്രയോഗമായിരുന്നു. അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇയാളെപ്പോലുള്ള ഒരാൾ, കോൺഗ്രസിൻ്റെ KPCCയുടെ നേതാവായിട്ടുള്ള ഒരാൾ, കോൺഗ്രസ്സുകാരനായ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരാൾ, അയാൾ എത്രയൊക്കെ മോശമാണെങ്കിലും അയാൾ ആ കസേരയിലിരിക്കുന്ന ആളാണല്ലോ, ആ ഒരു ബഹുമാനം കൊടുക്കണ്ടേ? ഇത്രയും അശ്ലീലമായ പദം ഇയാളെക്കുറിച്ച് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് ഞാൻ അന്ന് കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നത് കേട്ടപ്പോൾ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ മീൻസ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആവർത്തിച്ച് ഇയാൾ ഈ നുണ പറയുമ്പോൾ, അവാസ്തവമായ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നിയത് അന്ന് സുധാകരൻ പറഞ്ഞത് ഒട്ടും കൂടിയിട്ടില്ല, കുറഞ്ഞു എന്നാണ്. ഇപ്പോഴും അത് അതേ രീതിയിൽ നിലനിൽക്കുന്നു. പച്ച നുണകളും അവാസ്തവമായ കാര്യങ്ങളും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആളുകളുടെ മുമ്പിലും പത്രക്കാരുടെ മുമ്പിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ പൂക്കി മേനോൻ സതീശൻ. അതുകൊണ്ട് ജാഗ്രത. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.